ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഓണം സ്പെഷ്യൽ കാളനാണ്. അപ്പോൾ കാളൻ ഉണ്ടാക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണിച്ചു തരാം. ചേന മാത്രം ഇട്ടിട്ടാണ് കേട്ടോ കാളൻ ഉണ്ടാക്കണത്. ഈ ചേന ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ചേന കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് വെള്ളവും ഉപ്പുമൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അതിലേക്ക് അരച്ച് ചേർക്കണത് തേങ്ങയും ജീരകവും കറിവേപ്പിലയും പച്ചമുളകുമാണ്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കട്ടത്തൈരും കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുകയാണ്. ചേന കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ച വീഡിയോ എടുത്തില്ല കേട്ടോ. അത് കൈ അപ്പോഴേക്ക് നന്നായിട്ട് ചൊറിയാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അടുപ്പത്ത് വെച്ചു. ഇപ്പം ചേന കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേവണ ചേന പെട്ടെന്നായി. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കണതാണ് കേട്ടോ. അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും പച്ചമുളകുമാണ് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കണത്. നന്നായിട്ട് അരഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് തൈരും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് ഈ കഷ്ണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് വേവിച്ച ചേന കഷ്ണത്തിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് ഇളക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഒരു ചെറുതീയിൽ ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കുറുക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം കാളൻ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിലയൊക്കെ കടുക് തളിച്ചിടും കൂടെ ചെയ്താൽ കാളൻ റെഡിയായി. ഇനി അടുത്തത് കുമ്പളങ്ങ പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കണത്. കുമ്പളങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. പച്ചമുളക് കീറിയിടുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വെള്ളവും ഉപ്പുമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കണത്. ഇതിലേക്ക് പിന്നെ അരപ്പ് ചേർക്കണത് വേവിച്ചെടുത്ത കഷ്ണങ്ങൾ തണുക്കാൻ വയ്ക്കുകയാണ്. തണുത്ത ശേഷമാണ് കേട്ടോ അരപ്പ് ചേർത്ത് കൊടുക്കണത്. തേങ്ങയും ജീരകവും കടുകുമാണ് അരച്ച് ചേർക്കണത്. അപ്പോൾ കടുകാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണ ഒരു സാധനം. അപ്പോൾ നന്നായി പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കണത്. അതിലേക്ക് കുറച്ച് കട്ടത്തൈരും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് ഈ തണുത്ത കുമ്പളങ്ങ കഷ്ണങ്ങളിലേക്ക് അരപ്പും കൂടെ ചേർത്ത് ഇളക്കുകയാണ് ചെയ്യണത്. പിന്നെ അടുപ്പത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേവിച്ചെടുത്ത കഷ്ണങ്ങൾ തണുത്തതിലേക്കാണ് ഇത് ചേർത്ത് ഇളക്കി അതിലേക്ക് പിന്നെ കടുകും മുളകും താളിച്ചിടും കൂടെ ചെയ്താൽ കുമ്പളങ്ങ പച്ചടിയും കൂടെ റെഡി ആയിട്ടോ. അപ്പോൾ ഓണത്തിന് സദ്യ ഒരുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ പെട്ടെന്ന് ഈ കറികളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ.